ഹായ് അമ്മ. ഹായ് ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും ഉമ്മ. ഇതെന്താ ഉമ്മ കൊടുക്കുമ്പോഴൊക്കെ വല്ലാണ്ട് ചിരിക്കണമ്മ? ചിരിക്കണ്ടേ? എന്താ അത് ഇങ്ങനെ എപ്പോൾ ഉമ്മ കൊടുക്കുമ്പോൾ അമ്മ അങ്ങനെ ചിരിക്കണത്? എന്തിനാ അമ്മ ചിരിക്കണത്? ചിരി അത് നല്ലതല്ലേ? ആ, ചിരി ഒരു പോസിറ്റീവ് വൈബാണ് അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ സാധനം എന്താ അറിയോ? ആ, മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി ഒരു കറിയാണ് കേട്ടോ. അത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്, മുട്ടയും വേവിച്ചതാണ്, രണ്ടും വേവിച്ചാണ്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പറയും: മുളക് പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് തൈര്, തക്കാളി. ഇതെന്താ തക്കാളി ഇങ്ങനെ? അത് പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ചെറിയ ഉള്ളിയൊക്കെ കൂട്ടി അരച്ചതാണ്. പിന്നെ സബോള, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ജീരകം. ഓക്കെ. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഈ മുട്ടയാണോ അമ്മ പണ്ട് കഴിക്കേണ്ടായിരുന്നത്? ഈ മുട്ട എങ്ങനെ ഞാൻ പണ്ട് കഴിക്കുക? അങ്ങനെയല്ലമ്മ, ഈ മുട്ടയായിരുന്നോ പണ്ട് അമ്മ ചെറുപ്പത്തിൽ കഴിക്കേണ്ടായിരുന്നത്? പിന്നെ അതന്നെ പറഞ്ഞ, ഈ മുട്ട എങ്ങനെ ഞാൻ പണ്ട് കഴിക്കുക? അമ്മ, ഈ മുട്ടയായിരുന്നോ നമ്മുടെ അമ്മയൊക്കെ അമ്മയ്ക്ക് കറി വെച്ച് തരുന്നുണ്ടായിരുന്നത്? ഇപ്പൊ ഞാൻ മുട്ടയല്ലാതെ എന്റെ അമ്മ വെച്ച് തരാ. ഇങ്ങനെ എന്റെ അമ്മ ആക്കിയതാണല്ലേ അമ്മ. കൗണ്ടമണി സെന്തിൽ കളിക്കല്ലേ, ഞാൻ പറയണ കേക്ക്. അമ്മ, ഈ മുട്ടയായിരുന്നോ അമ്മ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കഴിക്കണ്ടായിരുന്നത്? അതല്ലേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ മുട്ട ഇപ്പൊ ഞാനിവിടെ വെച്ചത് ഞാൻ എങ്ങനെ പണ്ട് കഴിക്കുക? ഷൂ, എന്റെ അമ്മ, ഇന്നത്തെ ഈ ബോയിലർ കോഴിയുടെ മുട്ടയായിരുന്നോ പണ്ട് നിങ്ങൾ കഴിക്കണ്ടായിരുന്നത്? അല്ല, മനസ്സിലാവണ്ടല്ലോ, നമുക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് മനസ്സിലായി. ആയിരുന്നു അമ്മ? അന്ന് മുട്ട നിങ്ങൾ കഴിക്കുമ്പോ ഉണ്ടാക്കിയ കോഴികളും മുട്ടയൊന്നും അല്ല. അന്ന് നല്ല നാടൻ കോഴിയുടെ മുട്ടയും നാടൻ കോഴിയുടെ ഇറച്ചിയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അല്ല, അന്ന് കാലത്ത് ഈ മുട്ടയൊക്കെ തരുമ്പോ നിങ്ങളുടെ അമ്മയൊക്കെ നിങ്ങളോട് എന്താ പറയുക? മുട്ട കഴിച്ച എന്ത് വരുന്നു? മുട്ട കഴിച്ച ആരോഗ്യത്തിന് നല്ലതാണ്. ഡെയിലി 1-2 മുട്ട മക്കളെ കഴിക്കണം. ഓടാനും ചാടാനും ഒക്കെയുള്ള ആരോഗ്യം ഉണ്ടാവും മക്കളെ. എന്നും ഒരു മുട്ട കഴിക്കണം, നല്ലതാണെന്ന് പറയില്ലേ? ഇന്ന് അതിന്റെ പകരം ഈ മുട്ട കഴിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഇന്ന് ഇത് കഴിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? അരി മുതൽ ഉപ്പ് വരെ എന്തെങ്കിലും പരിശുദ്ധമായതുണ്ടോ? സബോള ഇട്ടു. പച്ചക്കറി മുതൽ ഇറച്ചി വരെ കറക്റ്റായിട്ടുള്ള നല്ല സാധനം, ഒരു കൃത്രിമം ചെയ്യാത്ത സാധനം നമുക്ക് കിട്ടാറുണ്ടോ? എന്തിന് പുഞ്ചിരി മുതൽ കരച്ചൽ വരെ നമുക്ക് പരിശുദ്ധമായിട്ട് കിട്ടാറുണ്ടോ എന്ന് വെച്ചാൽ, കറിയാണെങ്കിൽ ഹൃദയം കൊണ്ട് കറിയാ, ചിരിക്കുകയാണെങ്കിൽ ഹൃദയം കൊണ്ട് ചിരിക്കാന്ന് പറയും. ഇതൊക്കെ ആ ചിരി ഒരു 1.5 ചിരിയായി പോയി. എന്തിനു ചിരിക്കണ്? ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, പുഞ്ചിരി മുതൽ പൊട്ടിക്കരച്ചിൽ വരെ, പൊട്ടിക്കരയാന്ന് പറയില്ലേ, അത് വേറെ നിങ്ങൾക്ക് പരിശുദ്ധമായതെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിരി, ഹൃദയത്തിൽ നിന്ന് വരുന്ന കരച്ചിൽ ഇന്ന് കാണാൻ കിട്ടുന്നുണ്ടോ? വളരെ വളരെ കുറവ്. ചിരിക്കുകയാണെങ്കിൽ ചിരിക്കണമല്ലോ എന്നൊരു ചിരി, കരയാണെങ്കിൽ കരയണല്ലോ. അല്ല കരയാണെങ്കിൽ കരയണല്ലോ പറഞ്ഞൊരു കരച്ചിൽ. കരയാണ്ടിരുന്ന ആൾക്കാരെന്ത് വിചാരിക്കും? അതുകൊണ്ട് കരയേണ്ട സന്ദർഭത്തിൽ കരഞ്ഞല്ലേ പറ്റില്ലോ എന്നുള്ള. പിന്നെ ചിലരൊക്കെ അന്വേഷിക്കാറുണ്ട് കേട്ടോ, ഈ ഗ്ലിസറിൻ എന്നൊക്കെ പറയല്ലോ, അത് എവിടെ കിട്ടും? എന്തേ ഇന്ന ആട് ചാവാറായിട്ട് കിടക്കുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് ദുഃഖം വരാൻ ഒരു ചാൻസും ഇല്ല. അഥവാ വന്നില്ലെങ്കിൽ നാട്ടുകാർ കുറ്റം പറയില്ലേ? ഈ ഉള്ളി ഇങ്ങനെ ബ്രൗൺ ആവുമ്പോൾ തക്കാളി പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനടക്കം തേടി നടക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചിട്ട് ദുഃഖമില്ല, സത്യസന്ധമായ കരച്ചിലില്ല എന്നല്ല ഞാൻ പറയണത്. അതൊക്കെ മനുഷ്യഹൃദയം കൊണ്ടും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പരിശുദ്ധമായതെന്തും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കിട്ടിയ ഒരു സ്വർണ്ണമൊക്കെ നമുക്ക് കിട്ടുക. നമ്മൾ ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്വർണ്ണത്തിന് നമ്മൾ എന്തെന്നാ പറയുക? തങ്കം എന്ന് പറയും. ഇന്നത്തെ 916 വലുതാണോ? അതൊക്കെ നിധി ശേഖരത്തിന് തുല്യമാണോ? അപ്പോൾ പരിശുദ്ധമായതാണ്. ഇന്ന് അതടക്കം പരിശുദ്ധമല്ല. അപ്പോൾ പരിശുദ്ധമായതെന്തും പവിത്രമാണ്, അത് സ്നേഹമായാൽ പോലും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചോദ്യം ചോദിക്കണം. എന്നാൽ നമ്മുടെ മുട്ട ഭയങ്കരമാക്കിയിട്ട് തന്നെ എൻ്റെ മൂടൊക്കെ കഴിഞ്ഞൊരു മുട്ടയുടെ ചോദ്യം ചോദിച്ചാൽ എന്നെ
പിടിച്ചൊരു തറ മുട്ടയടിച്ച പോലെയായി. ആണോ? അപ്പോൾ അത് പറഞ്ഞു. അത് 2 മിനിറ്റ് അടച്ചല്ലോ. അടച്ച് വെക്കുന്നതാണ് എൻ്റെ ഇപ്പോൾ എന്തൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തെന്നെ ആയിക്കോട്ടെ, ഒരു പഴയ പാട്ട് കാര്യങ്ങൾ, എന്ത് റിയാലിറ്റി ഷോ ആണെങ്കിലും പഴയ പാട്ടൊക്കെ പാടുമ്പോൾ ആ പഴയ പാട്ടിനാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ മത്സരിച്ച് പാടുക. എന്തുകൊണ്ടാണ്? അതിൽ സംഗീതമുണ്ട്, അർത്ഥമുണ്ട്, അല്ലേ? ആ ലിറിക്സൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ട് എത്ര തന്നെ നമ്മൾ ന്യൂ ജനറേഷനാണെന്ന് പറഞ്ഞാലും ഒരു മത്സരത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പഴയ പാട്ടുകളാണ്, അല്ലേ? അപ്പോൾ ഏറ്റവും നല്ല അവാർഡ് കിട്ടിയ സിനിമകൾ ഏതാണെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും പറയാം, പഴയകാല സിനിമകൾ തന്നെ ആയിരിക്കും. ഏറ്റവും നല്ല നടന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നടന്മാരിൽ ഏറ്റവും വലിയ ലെജൻസ് ആരാന്ന് ചോദിച്ചാൽ അതും പഴയ തന്നെയാണ്. എന്തിനാ ലൈറ്റ് മുതൽ റോഡിലുള്ള ടാറ് പേരെ കണ്ടുപിടിച്ചതും ആ ജനറേഷൻ തന്നെയാണ്. അപ്പോൾ അതിലെല്ലാത്തിലും ഒരു പരിശുദ്ധിയുണ്ട്. അന്ന് ബ്രിട്ടീഷുകാർ പണിത പോലത്തെ റോഡാണോ ഇന്ന് നമ്മൾ കാണുന്ന കുണ്ടുകൂടിയിലെ റോഡൊക്കെ? ഇത് ഇന്നത്തെ റോഡ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇന്ന് ഇതാ ബ്യൂട്ടി പാർലർ പോകുന്നു, 2 ദിവസം ഭംഗിയായിട്ട് കാണും, 3-ാം ദിവസം നമ്മുടെ മുഖം നമ്മൾ തന്നെ കാണും. മീൻസ് ഒറിജിനാലിറ്റി ഒരു മിനിക്കൽ മാത്രമാണ്. അപ്പോൾ ഒന്നിലും പരിശുദ്ധമില്ല. പരിശുദ്ധമില്ലാത്തതൊന്നും പവിത്രമല്ല എന്ന് പറയുന്ന പോലെ പണ്ടത്തെ ജനങ്ങളെ എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഓർക്കുന്നത്? എന്താ അറിയോ, പണ്ടത്തെ ആൾക്കാർ ഇപ്പൊ നീ പറഞ്ഞില്ലേ, വെജിറ്റബിൾസ്, ചിക്കൻ, മുട്ട, അരി മുതൽ ഉപ്പ് വരെ പരിശുദ്ധമായതൊന്നുമില്ല. എന്തിനാ അവിടെ വെച്ചിട്ടുള്ള കോഴിമുട്ട അടക്കം നമുക്ക് ആരോഗ്യമുള്ളതാണെന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് ഇന്നത്തെ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ മനുഷ്യരും ഇന്നത്തെ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം, ചിരിക്കാൻ പോലും നമ്മൾ എന്താ പറയുക, ആ ചിരീനെ കടടുക്കാന്ന് പറയില്ലേ. മുളക് പൊടി കേട്ടോ, ഇതിനാവശ്യത്തിന് നിങ്ങൾ ഇതിപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് ഞാൻ, അതിൽ എരിവിലൊക്കെയാണ്. പിന്നെ 1/2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പില. ചിലരൊക്കെ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ അറിയോ? ഞാനിപ്പോൾ ചിരിക്കുമ്പോഴേ ഞാൻ ചിരിച്ച് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ചിരിച്ചാലാണോ അവർ വരുമ്പോൾ നല്ലത്? അങ്ങനെ ചിരിച്ചാലാണോ നല്ലത്? എന്തിനു ചിരിയടക്കം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പൊട്ടി ചിരിച്ചു. അപ്പോൾ പണ്ട് ചിരിക്കാൻ, സന്തോഷിക്കാൻ, ദുഃഖം, കാര്യങ്ങളെല്ലാം ഒറിജിനാലിറ്റി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് തോന്നുന്നു ഇന്നെന്താ ചിരിയെന്ന് ഒറിജിനാലിറ്റി ഉണ്ട്. അവനവന് ഇഷ്ടപ്പെടുന്ന ചിരികൾ മാത്രം ചിരിക്കാൻ എല്ലാവരും താല്പര്യമുണ്ട്. തമാശ കേട്ട ചിരിക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിഷ്കളങ്കമായി ചിരിക്കാൻ മനുഷ്യൻ മറന്നുപോയി. അതൊക്കെ ശരിയാണ്. അപ്പൊ പണ്ടത്തെ മനുഷ്യരെ നമ്മൾ ഇന്നും ഓർക്കുമല്ലോ. ഇപ്പൊ നമ്മുടെ ഒപ്പം ജീവിച്ച മനുഷ്യര്, നമ്മുടെ വിട്ടുപോയ മനുഷ്യരൊക്കെ വീണ്ടും നമ്മൾ ഓർത്തിട്ട് അവരൊക്കെ ഉള്ള കാലഘട്ടങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ ഓർമ്മയിൽ മതി നമ്മുടെ കാരണന്മാരെ പറ്റിയൊക്കെ അമ്മയ്ക്ക് പറയാനുള്ളത് അതന്നെയായിരിക്കും മിക്കവാറും എല്ലാവർക്കും പറയാനുള്ളത്. ആവശ്യമുള്ള വെള്ളം എന്നിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ കാര്യങ്ങൾ ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ അറിയാം അമ്മയ്ക്ക്? ബന്ധങ്ങളുടെ മൂല്യം അറിയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന്. നമ്മുടെ എല്ലാവരുടെ ബന്ധത്തിന് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ദൃഢതയുണ്ടായിരുന്നു. അത്രയും പവർഫുള്ളായിരുന്നു ഓരോ ബന്ധങ്ങളും. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരെ നമ്മൾ വീണ്ടും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതും ഓർക്കുന്നതും. അവരുള്ള കാലഘട്ടം ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ഇല്ല എന്നല്ല, അപൂർവം ചിലർ മാത്രമേ അങ്ങനെയുള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ അന്നത്തെ കാലത്ത് അപൂർവം ചിലർ മാത്രം ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഇന്നത് തിരിച്ച് എന്താ, അപൂർവം ചിലരെ ഇന്ന് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവരുള്ളൂ. പക്ഷെ അന്ന് അപൂർവം ചിലരാണ് കൊടുക്കാത്തവരുണ്ടായിരുന്നു. 2 കാലഘട്ടത്തിലും അങ്ങനെ ചെറിയ മാറ്റങ്ങൾ. ചെറിയ മാറ്റമല്ല, അത് വലിയ മാറ്റം തന്നെ. ആ മാറ്റം ഒരു സംസ്കാരത്തിൽ തന്നെ നശിപ്പിച്ചു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. ഇപ്പൊ എന്താ അറിയോ, ഞാൻ പറയട്ടെ, എന്നാലും ആ മുട്ടയുടെ കാര്യം എങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരു അന്തല്ലാണ്ടായിപ്പോയി. ഞാൻ മുട്ടയുടെ കാര്യം പോട്ടെ, അത് കേൾക്ക്. മനുഷ്യൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചോദിച്ചപ്പോൾ വെജിറ്റബിൾസ്, മുട്ട, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്രിമമാണ്, അതിലൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അരി മുതൽ ഉപ്പ് വരെ, വെജിറ്റബിൾ മുതൽ ഇറച്ചി വരെ, എന്തിന് നെറ്റിയിൽ തേക്കുന്ന കുങ്കുമം തൊട്ട് ചന്ദനം വരെ, അമ്പലത്തിൽ കിട്ടുന്ന ചന്ദനടക്കം ഒറിജിനൽ ചന്ദനം അല്ലാത്തൊരു കാലഘട്ടത്തേക്ക് നമ്മൾ വന്നു. അതൊക്കെ ശരിയാണ്. അതെ, പക്ഷെ പണ്ട് എന്താണെന്നറിയോ, ബന്ധങ്ങൾക്ക് അതിൻ്റെതായ മൂല്യം ഉണ്ടായിരുന്നു. അതേപോലെ മനുഷ്യൻ്റെ സംസ്കാരം എല്ലാത്തിനും ഒരു നല്ലൊരു വില കൽപ്പിച്ചിരുന്ന കാലമാണ്. ഇപ്പോൾ വല്യച്ഛൻ, വല്യമ്മ, ചെറിയച്ഛൻ, ചെറിയമ്മ, മാമൻ, അമ്മായി, ഏട്ടൻ, അനിയന്, അച്ഛൻ, അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടായിരുന്നു.
ഒരാള് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാ കൂടുതൽ പറയണത്? ആ വിളിയിൽ തന്നെ ഒരു അപ്പനപ്പൻ ഉണ്ടായിരുന്നു. വലിയച്ഛ, ചെറിയമ്മ, ചെറിയച്ഛന്ന് വിളിക്കുന്നതിലൊരു എന്തോ ഒരു ആത്മബന്ധങ്ങൾ തുളുമ്പി നിൽക്കും. അപ്പൊ എന്തറിയോ, അന്ന് ആ വില നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളെങ്ങനെ പരിചയപ്പെടുത്താറ് ഇന്നത്തെ കാലത്തിട്ടോ. എല്ലാവരും ഞാൻ പറയുന്നില്ല, തെറ്റിദ്ധരിക്കരുത്. എത്രയോ വീടുകളിൽ പണ്ടത്തെ ആ ആചാരം തന്നെ അതേപോലെയുള്ളത് നിലനിർത്തി വരുന്നുണ്ട്. പക്ഷെ മിക്ക ആൾക്കാരും ആരാ, എൻ്റെ അങ്കിളാണ്, എൻ്റെ ആൻറ്റിയാണെന്ന് പറയും. അതിൽ വലിയച്ഛനോ ചെറിയമ്മയോ അമ്മായോ എല്ലാം അടങ്ങും. മനസ്സിലായോ? അങ്ങനെ പണ്ടങ്ങനെയല്ല, ഇതെൻ്റെ വലിയച്ഛനാണ്, ഇതെൻ്റെ വലിയമ്മയാണ് എന്ന് പറയും. ആ ഇതിലൊരു വലിയമ്മ, വലിയച്ഛൻ, ചെറിയമ്മ, ചെറിയച്ഛൻ എന്ന് പറയുന്നത് ഒരു അമ്മാവൻ, അമ്മായി, അതിലൊക്കെ ഒന്നുണ്ട്. അമ്മാവൻ, അമ്മായി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. അതുപോലെ നമ്മൾ പറയും എൻ്റെ വലിയച്ഛൻ്റെ മകനാണ്, എൻ്റെ ചെറിയച്ഛൻ്റെ മകനാണെന്നാണ് പറയും. ഇന്നങ്ങനല്ല, എൻ്റെ കസിൻ ബ്രദറാണ്, എൻ്റെ കസിൻ സിസ്റ്ററാണ്. അതിലൊരടുപ്പം അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. അത് നമ്മൾ അത് നമുക്ക് വേണ്ടതാണെന്നൊരു തോന്നൽ വരും നമുക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇത് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ കാര്യം കൂടി നടക്കണ്ടേ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിൽ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ വേവട്ടെ. വേവല്ല, വെന്തതാണ്, ആൾറെഡി വെന്തതാണ്. അപ്പം നമുക്കിത് ഒന്ന് വെച്ച് ഇങ്ങനെ ആവട്ടെ, നല്ല ആവണത് അപ്പം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബന്ധങ്ങളിൽ ആവക മാറ്റങ്ങൾ വന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയച്ഛ, വലിയമ്മ എന്ന് വിളിക്കുന്നതിനുള്ളൊരു സുഖം ഉണ്ടോ? അങ്കിള്, ആൻറ്റി, ഇതെൻ്റെ ഏട്ടനാണ്, ഇതെൻ്റെ അനിയനാണെന്ന് പറയും. അനിയൻ പണ്ടൊക്കെ പറയും ഇത് എൻ്റെ ഏട്ടനാണെന്നേ പറയുള്ളൂ. വലിയച്ഛൻ്റെ മകനും കൂടി പറയണ്ടേ ഇതാരാ, ഇതെൻ്റെ ഏട്ടൻ. അപ്പോൾ നിങ്ങൾ എത്ര മക്കളാന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ 3 പേര്. അപ്പോൾ ഇത് 4ാമത്തെ അതെൻ്റെ വലിയച്ഛൻ്റെ മകനാണ്, എൻ്റെ സ്വന്തം ഏട്ടൻ തന്നെ അല്ലേ, എൻ്റെ വലിയച്ഛൻ്റെ മകനല്ലേ എന്ന് പറയും. വാക്കിലുണ്ട് ഒരു ആത്മാർത്ഥത, ആ സ്നേഹം. അത് ഇന്നില്ല. ഇന്ന് എവിടെ പോയാലും അത്രയ്ക്ക് എങ്ങനെ കാണാൻ. അതുപോലെ തന്നെ ഏട്ടൻ്റെ മകൻ, അനിയൻ്റെ മകള്, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്തറിയോ, അത് വേറെ എന്നുള്ളൊരു തോന്നലില്ല. അതെല്ലാം എൻ്റെയാണ്. ഇന്നതല്ല, ഇന്ന് മത്സര മനോഭാവമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വലിയച്ഛന്മാരുടെ ചെറിയച്ഛന്മാരുടെ ഒക്കെ വീട്ടിലേക്ക് പോകും കേട്ടോ. ഇടയ്ക്ക് എൻ്റെ അച്ഛന് എവിടെയും ഞങ്ങളെ വിട്ടിരിക്കാൻ ഇഷ്ടമല്ല. ഒരു ദിവസമൊക്കെ ഒരു ദിവസം പിറ്റേ ദിവസം ഇങ്ങോട്ട് പോകുന്നവണ്ണം അതും വാശി പിടിച്ചാൽ. അച്ഛന് മക്കളെ എവിടെയെങ്കിലും അയക്കുന്നതൊക്കെ ഭയങ്കര വിഷമാണ്. വരുമ്പോൾ വീട്ടിലെല്ലാ മക്കളും വീട്ടിൽ വേണം, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ വാശി പിടിച്ചിട്ട് അച്ഛാ ഞങ്ങൾ വലിയച്ഛൻ്റെ വീട്ടിൽ പോട്ടേന്നോ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോട്ടേന്നൊക്കെ പറയുമ്പോൾ അയക്കും. വലിയച്ഛന്മാരുടെ വീടൊക്കെ അകലെയായത് കാരണം കൂടുതൽ അങ്ങനെ പോകാൻ പറ്റില്ല. കേരളത്തിലല്ലേ, അവിടെ അടുത്ത് ചെറിയച്ഛന്മാരുടെ വീടോ മാമൻ്റെ വീടൊക്കെ ഉണ്ടാവും. അപ്പോൾ പോവാൻ സമ്മതിക്കും. നാളെ വന്നോളണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് നിന്നിട്ട് മതിയാവില്ല. കാരണം ദൈവമേ, അച്ഛനൊരു ആഴ്ച അവിടെ നിൽക്കാൻ പറഞ്ഞതാണെങ്കിലോ ഞങ്ങൾക്ക് വന്നിട്ട് പോകാനേ മനസ്സില്ലാന്ന് തോന്നി. എന്താ പറയുക, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കുറവും ഒന്നും വരുത്തില്ല. എന്നാലും അവരുടെ ആ സ്നേഹം കാണുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, അതിലൊരു പരിശുദ്ധി ഉള്ളത് കൊണ്ട്. അപ്പം നമുക്ക് അത്രയും സ്നേഹമാണ്. അപ്പം പരിശുദ്ധമായതെന്തും പവിത്രമാണ് പറയും പോലെ അതിലൊക്കെ ഒരു പരിശുദ്ധി ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ അല്ല എന്നൊരു തോന്നൽ വരില്ല. അവർക്കാണെങ്കിലോ ഈ കുട്ടികൾ 2 ദിവസമല്ലേ നിൽക്കുള്ളൂ, എൻ്റെ മക്കൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ മക്കളെ എൻ്റെ മക്കളെക്കാളും നന്നായിട്ട് നോക്കുന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവും. ഇന്ന് യഥാർത്ഥത്തിൽ ഒന്നുമില്ലെങ്കിൽ അതിനൊരു നെഗ്ലിജൻസി, അല്ലെങ്കിൽ അതും ഒരു മത്സരം. അവിടെ വന്നിട്ട് എനിക്ക് എന്ത് തന്നോ. എവിടെയാണ് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഞാൻ മിക്കവാറും കാണുന്നത് എങ്ങനെ അറിയോ, അതെ ഞാൻ ഇന്നവിടെ പോയിരുന്നു. അപ്പോഴേ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു തന്നു. നല്ല വലിയ സ്റ്റാർ ഹോട്ടലാണ്, അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു തന്നു എന്ന് പറയും. അത് വീട്ടിൽ നമ്മുടെ സ്നേഹം കൂടി ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം തരില്ലേ പണ്ട് അവർ. ആ ഒരു ഇത് അതിൽ കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവരിക്കുക, കൊടുക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ മാറി. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് തോന്നും എന്താ അറിയോ, ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട, അങ്ങോട്ട് പോകാൻ തോന്നും. അതിൻ്റെ പകരം നമ്മൾ അവൻ്റെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ട് അതിൻ്റെ ഒരു എപ്പോഴെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും സ്പെഷ്യലൊക്കെ തരുമ്പോൾ അവർ ആ തരുന്ന മനസ്സും നമ്മുടെ വീടായിട്ട് നമുക്ക് തോന്നുന്ന ഒരു രീതിയൊക്കെ കൂടി ആകുമ്പോഴാണ് അത് നമ്മുടെ എന്നൊരു തോന്നൽ വരുന്നത് അല്ലേ. അപ്പോൾ അതിലൊരു പരിശുദ്ധിയുണ്ട്. ഒന്ന് ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഇതാണ് നമ്മുടെ ആൾക്കാർ എന്ന് നമുക്ക് തോന്നും അല്ലേ. ഏത് സ്ഥലത്താണോ ഏത് വീട്ടിലാണോ നമുക്കൊരു അപ്പനാപ്പൻ തോന്നുന്നത്, നമ്മുടെ എന്നുള്ള ചിന്ത വരുത്താൻ സാധിക്കുന്നത്, അതന്നെയാണ് യഥാർത്ഥ ബന്ധു അല്ലേ. പച്ചമുളകും കൂടി ഇട്ടു. എന്നിട്ട് ബാക്കി അതും കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കട്ടെ.
ഇപ്പോഴത്തെ പാടാം. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ചെറിയൊരു കഥ ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞുതരാം. നീ എനിക്ക് കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര കഥയാണ്, അമ്മ കേട്ട് നോക്കണേ. എന്താ അറിയോ? അമ്മ റെഡി ആയിക്കും, ഞെട്ടാൻ റെഡി ആയിക്കാട്ടോ. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ. അതെ അമ്മ, അന്ന് ഞാൻ പറയില്ല, നിർത്തുകയാണ്. ഒരു പയ്യൻ. ഇങ്ങനെ പറയുമ്പോ നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? ഞാൻ കഥ പറയുമ്പോഴേ നീ എന്നെ എന്ത് മാത്രം ശല്യം ചെയ്യാറുണ്ട്, ഇപ്പൊ മനസ്സിലായോ? അപ്പോൾ ആ പെൺകുട്ടീനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ ജീവനക്കാരിലും കൂടുതലായി സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അല്ലേ പറയുക. ഏറ്റവും കൂടുതൽ നുണകൾ പറയണത് ഒന്ന് സ്കൂളിലാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഉദ്യോഗ സ്ഥലങ്ങളിലാവട്ടെ, ലീവ് ലെറ്റർ എഴുതുമ്പോഴാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് എഴുതുമ്പോഴാണ് ഏറ്റവും വലിയ നുണ എഴുതുക. മനസ്സിലായില്ലേ? അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ലവ് ലെറ്ററിലാണ്. ഒന്ന് ലീവ് ലെറ്ററിലും മറ്റൊന്ന് ലവ് ലെറ്ററിലാണ് ഏറ്റവും കൂടുതൽ നുണകൾ വരിക. അമ്മേനെക്കാട്ടിലും അല്ല, കേൾക്കോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നുമില്ല. കേൾക്കോ? അമ്പിളിമാമനെ പൊട്ടിച്ചേരാന്നൊക്കെ എഴുതും. ആർക്കെങ്കിലും അമ്പിളിമാമനെ പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്ഷെ സ്നേഹിക്കുന്ന പെണ്ണിനോട് അതൊക്കെ പറയും. ഹിമാലയത്തിൻ്റെ മുകളിൽ കേൾക്കൂ, ഹിമാലയത്തിൻ്റെ മുകളിൽ ഞാനൊരു കൂടാരം കെട്ടി അവിടെ തന്നെ 2 ദിവസം നിൻ്റെ ഒപ്പം ഞാൻ ഇരിക്കുന്നൊക്കെ പറയും. 2 ദിവസം ഇരുന്ന വിവരം അറിയാം, അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് അറിയാമല്ലോ. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിവുള്ളതാണ് ലവ് ലെറ്റർ. അതുപോലെ തന്നെ നമ്മൾ പറയണത് ഭയങ്കര എന്താ പറയുക, തീവ്രത ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് ലീവ് ലെറ്റർ. ഈ 2 സംഭവത്തിൽ നുണ വരുമ്പോൾ ലോകത്തൊന്നിനും വരില്ല. മനസ്സിലായില്ലേ? എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല കേട്ടോ അമ്മ, ആ നോട്ടം നമ്മളത്ര ശരിയില്ല. അപ്പോൾ ആ പെൺകുട്ടിയോട് പോയിട്ട് ഒരാൾ പറയുകയാണ്, സാധാരണ പറയില്ലേ എനിക്കിഷ്ടമാണ്. അങ്ങനെ പറയുമ്പോൾ പെൺകുട്ടി അപ്പോൾ കേൾക്കോ? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇഷ്ടമാണെങ്കിൽ നിന്റെ മാതാവിൻ്റെ ഹൃദയം കൊണ്ട് വരാൻ പറഞ്ഞു. കണ്ട, അമ്മേനെ പോലത്തെ ഒരു മണ്ടൻ ചെക്കനായിരുന്നു അവൻ. കേൾക്കൂ, മാതാവിൻ്റെ ഹൃദയം കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഈ ചെക്കൻ എന്ത് ചെയ്തു? പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇങ്ങോട്ട് വിട്ടു. പെണ്ണ് അന്തം വിട്ടു. പറഞ്ഞൊരു സെക്കൻഡിലൊരു ചെക്കൻ പോയിട്ട് മാതാവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും? മാതാവ് ഹൃദയം എന്താ ബാഗിൽ വെച്ചിട്ട് നടക്കുക? മാതാവിനെ കൊന്നിട്ട് വേണ്ട അത് എടുത്തിട്ട് വരാൻ. അവൻ അതിനു വേണ്ടി ഓടിപ്പോയി. അപ്പോൾ ഈ പെണ്ണ് അത് ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ പെണ്ണിന് പെട്ടെന്ന് മനസ്സിലായി എന്തോ അപകടം സംഭവിക്കാൻ പോയിട്ട് വന്നിട്ട് പെണ്ണ് വേഗം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ ഇപ്പം എവിടെയാണ് പറഞ്ഞു. അമ്മേനെ കിട്ടുന്നില്ല, അമ്മ കുടുംബശ്രീ മീറ്റിങ്ങിലേക്ക് പോയിരിക്കുകയാണ്, അമ്മ വന്നത് ഹൃദയം കൊണ്ട് വരികയാണ്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, നീ വേഗം ഇങ്ങോട്ട് തിരിച്ചു പോയോ പറഞ്ഞു. തിരിച്ചു വന്നത് കാലിലിട്ട ചെരുപ്പെടുത്ത് 2 അടി മോന്തയ്ക്ക് അടിച്ചിട്ട് പറഞ്ഞു, നീ ജനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിച്ചത് നിൻ്റെ അമ്മയാണ്. അപ്പോൾ നിൻ്റെ അമ്മയുടെ ഹൃദയം കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നീ ഓടിയോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? മാതാവിൻ്റെ ഹൃദയം പോലത്തെ ഹൃദയം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വായോ. ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കാൻ അറിയുന്ന ഹൃദയം എന്താണെന്നറിയോ? മാതാവിൻ്റെ ഹൃദയമാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, മാതാവിൻ്റെ ഹൃദയം കൊണ്ട് വായോ, നിൻ്റെ അമ്മയുടെ ഹൃദയം കൊണ്ട് വായോ എന്ന് പറഞ്ഞാൽ, നിൻ്റെ അമ്മ മക്കളെ എങ്ങനെ സ്നേഹിച്ചോ, നിന്നെ എങ്ങനെ സ്നേഹിച്ചോ, അതുപോലെ നീ എന്നെ സ്നേഹിക്കുന്ന ഹൃദയം കൊണ്ട് വാ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഇവൻ അമ്മയുടെ ഹൃദയം തന്നെ എടുക്കാൻ പോയി. അപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി, ജന്മം നൽകിയവൻ്റെ ഹൃദയം ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്നെ മടുത്ത എൻ്റെ ഹൃദയം എടുത്തിട്ട് വേറൊരു പെണ്ണിന് കൊടുക്കുന്നത് മനസ്സിലായപ്പോൾ ബായ് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് പറയാൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് പരിശുദ്ധമായതൊന്നുണ്ട്, മാതാവിൻ്റെ ഹൃദയം. അതിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും കളങ്കം വരാറില്ലാത്ത പോലെ തന്നെ നമ്മുടെ സ്വന്തങ്ങളിലെയും സുഹൃത്ത് ബന്ധങ്ങളിലെയും എല്ലാത്തിൻ്റെ ഒപ്പം ഒരു മാതാവിൻ്റെ ഹൃദയം ഉണ്ടാവണം. മാതാവിൻ്റെ ഹൃദയം ഒരിക്കലും മക്കളെ ചതിക്കാറില്ല. അതുപോലെ മാതാവിൻ്റെ ഹൃദയമുള്ള പുരുഷനും സ്ത്രീയും, അതിന് സ്ത്രീയായി ജനിക്കണമെന്നില്ല, മാതാവിൻ്റെ ഹൃദയം എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? മമകാരമുള്ള ഹൃദയം, സ്നേഹമുള്ള ഹൃദയം. ആ ഹൃദയത്തിൻ്റെ ഉടമയായ ഓരോ വ്യക്തികളും പരിശുദ്ധരാണ്. പരിശുദ്ധമായതെന്തും പവിത്രമാണ്. മനസ്സിലായില്ലേ? കണ്ടു. ഇത് ഈ പറഞ്ഞ സ്ഥിതിക്ക് അമ്മ മിക്കവാറും മോനെ നല്ല കഥയായിരുന്നു വന്നിട്ട് ഉമ്മ എന്തിനറിയോ? അതിലൊരു മാതാവുണ്ട്. നമ്മുടെ മോൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, എവിടുന്ന് ഈ ചെക്കൻ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ പറയും ഇവൻ്റെ ഒരു കഥ ഓടിക്കവിടെന്ന് പറയുമല്ലോ. അങ്ങനെ എന്നാലും എൻ്റെ അമ്മ പണ്ടത്തെ മുട്ട പോലെയാണ് ഇപ്പത്തെ മുട്ട എന്ന് പറയുമ്പോൾ ആ എന്തോ ഒരു ആ വാഴപ്പഴത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ചില മുട്ടയുടെ ഉള്ളിൽ അതിന്റെ മഞ്ഞയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. നിനക്കും അച്ഛനും തന്നെ ഇത്. എനിക്കൊന്നും വേണ്ട, ഞാൻ ചക്കപ്പേര് കൂട്ടി കഞ്ഞി കുടിക്കുന്നു. ആണോ? അപ്പൊ അങ്ങനെ ആവട്ടെ.
അപ്പോൾ ദാ കണ്ടില്ലേ, ഇതാണ് കറി. ഇത് നിങ്ങൾക്ക് ചോറിനോ ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് അതിനോ പിന്നെ എല്ലാത്തിനും ഉപയോഗിക്കാം. നല്ല കറി കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പരിശുദ്ധമായതെന്തും പവിത്രമാണ്. എല്ലാവരുടെ ഉള്ളിലും, ആണായാലും പെണ്ണായാലും കൊച്ചു കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും എല്ലാവരുടെ ഉള്ളിലൊരു മാതൃഹൃദയം ഉണ്ടാവട്ടെ. ആ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള അത്ര സ്നേഹവും സിമ്പതിയും പിന്നെ എന്താ പറയുക പവിത്രതയും ലോകത്തൊരു ഹൃദയത്തിനും ഇല്ലാത്തത് കൊണ്ട് അതിനു വേണ്ടി ഒരു സ്ത്രീയായി മാറേണ്ട ആവശ്യമൊന്നുമില്ല. പുരുഷൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു മാതൃഹൃദയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഹൃദയം ഇല്ലാണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഭാര്യയെ, അമ്മയെ, മക്കളെ ഒന്നും ഒരു പുരുഷനും സ്നേഹിക്കില്ല. അപ്പോൾ സ്നേഹം എവിടെയുണ്ടോ അവിടെ ഒരു മാതൃഹൃദയമുണ്ട്. മനസ്സിലായില്ലേ? അച്ഛൻ കേൾക്കണ്ട കേട്ടോ. അപ്പൊ എന്താ പിതൃഹൃദയത്തിൽ ഇതൊന്നും ഇല്ലെന്ന് ചോദിക്കട്ടോ? അത് ചോദിക്കുമ്മ. പക്ഷേ നമ്മുടെ ഭാരത മണ്ണാവട്ടെ, നമ്മുടെ സംസ്കാരമാവട്ടെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളെയും നമ്മൾ വിളിക്കുന്നത് മാതാവെന്നാണ്. അത് കാരണം കൊണ്ട് സ്നേഹവും ശക്തിയും ഊർജവും ഒരു അമ്മയിൽ നിന്നാണ്. താങ്ക് യു എല്ലാ അമ്മമാർക്കും വേണ്ടി. ഓക്കെ, അപ്പോൾ കേട്ടില്ലേ, കഥ കേട്ടില്ലേ? അതുപോലെ എൻ്റെ റെസിപ്പി കണ്ടില്ലേ? നോക്ക്, നിങ്ങളത് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കാണാനും നല്ല കളർഫുൾ ആയിരിക്കും. നല്ല രസമാണ്, കൂട്ടാനും നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് വേഗം മുട്ടയൊക്കെ ഒന്ന് വേവിച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് കുറച്ച് മസാല ഇതിപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചു കൊണ്ട് എത്ര വൈകിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഈ കറി ഉണ്ടാക്കാം. ഈ വേഗിയ കാരണം കൊണ്ടാണ് അമ്മത്ര വേർത്തത്, അല്ലെങ്കിൽ എപ്പോഴോ കഴിയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിത് സ്ലോ ചെയ്തിട്ടൊക്കെ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ വേവിച്ച് എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇടും. പക്ഷെ മല്ലിയില കഴിഞ്ഞതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും കൊണ്ട് മല്ലിയില കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല. അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. കഴിഞ്ഞു എന്ന് മാത്രമാണല്ലോ അമ്മ പറയണത്, ഉണ്ടായിരുന്നു ഇട്ടില്ല എന്ന് പറയുന്നില്ല. മല്ലിയില കൊണ്ടുവന്നു. അപ്പൊ എന്താ അറിയോ, അത് കൊണ്ടുവന്നപ്പോ തന്നെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെയൊക്കെ കളഞ്ഞു. അത് കാരണം മല്ലിയില ഇല്ല കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ കണ്ടില്ലേ? ഇപ്പൊ ഇത് കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചക്കപ്പേരി ഉണ്ട് കേട്ടോ. ചക്ക കഴിയുന്ന വരെ ഞാൻ ദിവസം ഏതാണ്ട് വന്നതാണ് ചക്കപ്പേരി കഴിക്കും. എന്നിട്ട് അത് കഴിക്കും. എനിക്ക് ഷുഗർ നന്നായി കുറഞ്ഞു. എന്നിട്ട് നിങ്ങൾ മറ്റേ വന്നിരുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ ഒരു കഥ പറയും, നിങ്ങൾ മൂടിയിട്ട് ഭക്ഷണം വെച്ചിട്ട് നിങ്ങൾ പോവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ കൂട്ടി നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം കേട്ടോ. ചക്കപ്പേരി മുട്ടക്കറി അല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വന്നാൽ ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. ഓക്കെ, അപ്പൊ ബൈ. ഒരിക്കൽ